മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഏരിയ അല്ലെങ്കിൽ ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഈ ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വിളിക്കുന്ന വേറെ ഒരു പേരാണ് സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ. എന്താണ് സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ? അപ്പൊ ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു സ്റ്റഡി നടത്താം. ആദ്യത്തെ കേസിൽ ഒരു പലക പോലൊരു സാധനം നമ്മൾ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് അതിനെ കുറച്ച് റൊട്ടേറ്റ് ചെയ്ത് ടിൽറ്റ് ചെയ്തു ഈ രണ്ടാമത്തെ കേസിൽ. അപ്പം നമ്മളിവിടെ നടത്തുന്ന സ്റ്റഡി എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടിലും ഈക്വൽ ലോഡ് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കും ഈ ടോപ്പ് ലെയറിലോട്ട്. അപ്പോൾ ഏതിനാണ് ഏറ്റവും കൂടുതൽ ബെൻഡിങ് നടക്കുന്നത്? നമുക്ക് ഏതാ വേണ്ടത്? ബെൻഡിങ് കുറവുള്ള ഒരു സ്ട്രക്ചർ ആണല്ലോ നമുക്ക് വേണ്ടത്. അതായത് മോർ റെസിസ്റ്റൻസ് ടു ബെൻഡിങ്. ബെൻഡിങ് കുറവുള്ളതെന്ന് പറഞ്ഞാൽ മോർ റെസിസ്റ്റൻസ് ടു ബെൻഡിങ്. മനസ്സിലായല്ലോ? അപ്പം ഈ രണ്ടിൻ്റെ ടോപ്പ് ലെയറിൽ നമ്മൾ ഈക്വൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പം ആദ്യത്തെ കേസിൽ അതായത് ഷോർട്ട് സെക്ഷൻ പൊങ്ങി നിൽക്കുന്നത് കേസിലായിരിക്കും അവിടെ ബെൻഡിങ് കുറവ്. എന്നാൽ രണ്ടാമത്തെ കേസ് നോക്കിക്കേ, അവിടെ ബെൻഡിങ് കുറച്ച് കൂടുതൽ ആദ്യത്തെ കേസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ ഒരു ന്യൂട്രൽ ആക്സിസ് ഉണ്ട്. ഈ പലകയുടെ കറക്റ്റ് നടുക്കൂടെ ഒരു ബെൻഡിങ് ആക്സിസ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ പലകയുടെയും കറക്റ്റ് നടുക്കൂടെ ഒരു ബെൻഡിങ് ആക്സിസ് പോകുന്നുണ്ട്. അപ്പോൾ ഈ ബെൻഡിങ് ആക്സിസിന് മാക്സിമം മെറ്റീരിയൽ ബെൻഡിങ് ആക്സിസിന് എവയായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ മോർ റെസിസ്റ്റൻസ് ബെൻഡിങ് ആയിരിക്കും. അത് ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത് ഏതാ? ആദ്യത്തെ കേസാണ് കാണിച്ചിരിക്കുന്നത്. അത് ഈ സൈഡ് വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ പലകയുടെ സൈഡ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത് ആദ്യത്തെ പലകയുടെ. ഇനി രണ്ടാമത്തെ കേസ് കണ്ടോ? അവിടെ മെറ്റീരിയൽ ലൊക്കേറ്റഡ് ഫാർ അവേ ഫ്രം ബെൻഡിങ് ആക്സിസ് ആദ്യത്തെ കേസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും കുറവല്ലേ? അപ്പോൾ അവിടെ ബെൻഡിങ് നടക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് ആദ്യത്തെ കേസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? മോർ മെറ്റീരിയൽ ലൊക്കേറ്റഡ് ഫാർ ഫ്രം ബെൻഡിങ് ആക്സിസ് എന്ന് പറയുന്നത് മോർ റെസിസ്റ്റൻസ് ടു ബെൻഡിങ് ആയിരിക്കും. അവിടെ ബെൻഡിങ് കുറവായിരിക്കും. അപ്പോൾ ഈ കൺസെപ്റ്റാണ് നമ്മൾ ഐ സെക്ഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഐ സെക്ഷൻസിലൊക്കെ നമ്മൾ കണ്ടല്ലോ, കൺസ്ട്രക്ഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റെയിൽവേ ട്രാക്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ ഐ സെക്ഷൻസ്. അപ്പോൾ എന്താണ് ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ? അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു റെസിസ്റ്റൻസ് ടു ബെൻഡിങ് ആണ്. കൺസെപ്റ്റ് ഓഫ് റെസിസ്റ്റൻസ് ടു ബെൻഡിങ് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്ത് വിളിക്കുന്നതാണ് ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അതിനെ വിളിക്കുന്ന വേറെ ഒരു പേരാണ് സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ. ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ റിഫ്ലെക്ട്സ് ഹൗ ദി ഏരിയ ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് റിലേറ്റഡ് ടു എ പർട്ടിക്കുലർ ആക്സിസ്. നമ്മൾ പറഞ്ഞല്ലോ ഒരു പർട്ടിക്കുലർ ആക്സിസിൽ നിന്ന് എങ്ങനെയാണ് ഏരിയ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ ഈസ് എ മെഷർ ഓഫ് ഹൗ മച്ച് റെസിസ്റ്റൻസ് ദ ക്രോസ് സെക്ഷൻ ഹാസ് ടു ബെൻഡിങ്. ആ ക്രോസ് സെക്ഷനിൽ എത്ര റെസിസ്റ്റൻസ് ബെൻഡിങ്ങിൽ കൊടുക്കുന്നുണ്ടെന്ന്. ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് ദ മെഷർ ഓഫ് കപ്പാസിറ്റി ഓഫ് എ സെക്ഷൻ ടു റെസിസ്റ്റ് ബെൻഡിങ് അബൌട്ട് ദ റെഫറൻസ് ആക്സിസ്. ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പറയുക. അപ്പോൾ അതിന് ഇപ്പോൾ മൊമെന്റ് എല്ലാവർക്കും അറിയാലോ. മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു വാല്യൂവിനെ ഡിസ്റ്റൻസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇപ്പം ടോർക്ക് എന്താ? ഫോഴ്സ്, മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ് ടോർക്ക്. എല്ലാവർക്കും അറിയാം. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ടോർക്ക്. അപ്പം മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ് ടോർക്ക്. അപ്പം അതുപോലെ തന്നെ ഈ ആർ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ഏരിയയെ നമ്മൾ ആറ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൊമെന്റ് കിട്ടും. മൊമെന്റ് ഓഫ് എലമെന്റൽ ഏരിയ കിട്ടും. അതായത് ആർ ഇൻറ്റു ഡി എന്ന് പറയുന്നത് ഫസ്റ്റ് മൊമെന്റ് ഓഫ് എലമെന്റൽ ഏരിയ ആണ്. ഇതിനെ ഒന്നുകൂടെ നമ്മൾ ആറ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഒന്നുകൂടെ മൊമെന്റ് എടുക്കുക. അപ്പോൾ സെക്കൻഡ് മൊമെന്റ് ആയില്ല. അപ്പോൾ സെക്കൻഡ് മൊമെന്റ് ഓഫ് എലമെന്റൽ ഏരിയ. ഈ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അതായത് ആർ ഇൻറ്റു ഡി എന്ന് പറയുന്ന ഫസ്റ്റ് മൊമെന്റ് ഓഫ് എലമെന്റൽ ഏരിയ, ആർ സ്ക്വയർ ഇൻറ്റു ഡി ഒന്നുകൂടെ മൊമെന്റ് എടുക്കുക. ആറ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് മൊമെന്റ് ഓഫ് എലമെന്റൽ ഏരിയ. ഈ സെക്കൻഡ് മൊമെന്റ് ഓഫ് എലമെന്റൽ ഏരിയ വിളിക്കുന്ന പേരാണ് എന്ത്? ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അതായത് ഒന്നുമില്ല, ഇവിടെ ഒരു ഏരിയ എ ഉണ്ട്, അതിലൊരു ചെറിയ ഏരിയ ഡി എ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പം എ ബി എന്ന് പറഞ്ഞ റിഫറൻസ് ആക്സിസ് ആണ്. അപ്പം ഈ ഡി എ നമ്മൾ ഇങ്ങനെ പൊസിഷൻ ചെയ്യുന്ന പറഞ്ഞാൽ എ ബി 6 ഡിസ്റ്റൻസ് മാറിയാണ്. അങ്ങനെയാണ് അവിടുത്തെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഡി എയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഡി എ ഇൻറ്റു ആർ സ്ക്വയർ ആയിരിക്കുന്നു. അതായത് ആർ സ്ക്വയർ ഡി എ. സെക്കൻഡ് മൊമെന്റ് ഓഫ് എലമെന്റൽ ഏരിയ അബൌട്ട് ദ റെഫറൻസ് ആക്സിസ് ഈസ് ആർ സ്ക്വയർ ഇൻറ്റു ഡി എ. വേറെ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം റെഫറൻസ് ആക്സിസ്. അപ്പം നമ്മൾ ഈ ഡി എ കൺസിഡർ ചെയ്തിട്ട് ഈ ഡി എ എല്ലാം കൂടി ആഡ് ചെയ്താണ് ടോട്ടൽ ഏരിയ എ വരുന്നത്. അതിപ്പോൾ നമ്മൾ ഇന്റഗ്രേഷൻ കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്, ഇന്റഗ്രേഷൻ കൺസെപ്റ്റ്. പിന്നെ ഇറ്റ് ഈസ് നോട്ട് എ യൂണിക് പ്രോപ്പർട്ടി ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് നമ്മൾ എന്താ യൂണിക് പ്രോപ്പർട്ടി എന്ന് പറയാൻ കാരണം നമ്മൾ ഓരോ റെഫറൻസ് ആക്സിസിൽ നിന്ന് ഓരോ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. റെഫറൻസ് ആക്സിസ് നമ്മൾ എവിടെയാണ് നമ്മൾ റെഫറൻസ് ആക്സിസിന് വെച്ചിരിക്കുന്ന അനുസരിച്ച് വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മൾ എടുക്കുന്ന റെഫറൻസ് ആക്സിസിന്റെ വാല്യൂ ചെയ്യുമ്പോഴനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് ആറ് ചേഞ്ച് ചെയ്യും. അതിനനുസരിച്ച് അപ്പം ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ചേഞ്ച് ചെയ്യും. നമ്മൾ എങ്ങനെ ഇതിനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബോഡി ഉണ്ടോ, ഈ ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ചെറിയ ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റിംഗ് ഇൻ സ്മോൾ എലമെന്റ്സ്. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യും? ഇതെന്ന് പറയുന്നത് ഈ ചെറിയ എലമെന്റ്സ് എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനെ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഈ കൺസെപ്റ്റ് പഠിച്ചു. 6 ഡിസ്റ്റൻസ് റെഫറൻസ് ആക്സിസിൽ നിന്ന് 6 ഡിസ്റ്റൻസ് മാറിയാണ് അവിടുത്തെ ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ആർ സ്ക്വയർ ഡി ആണ്. അപ്പോൾ ഈ സെയിം കൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്തേ. ഈ ഡി എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസ് മാറിയ എക്സിൽ നിന്ന്? എക്സ് ആക്സിസും വൈ ആക്സിസും ആണ്. ഇത് എക്സിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയ? വൈ.
ഡിസ്റ്റൻസ് മാറിയല്ലേ. അപ്പം y² ഇൻറ്റു ഡി എ. അപ്പം ഇപ്പം മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഇപ്പോൾ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? സമ്മേഷൻ ഓഫ് ഡി എസ്. ഡി എന്ന് പറഞ്ഞൊരു ചെറിയ എലമെന്റ് ആയിരിക്കും. ഈ ചെറിയ ചെറിയ എല്ലാത്തിനും ഈക്വൽ ഏരിയ ആയിരിക്കും. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ടോട്ടൽ മൊമെന്റ് ഓഫ് ഏരിയ കിട്ടും. അപ്പോൾ ടോട്ടൽ ഏരിയ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും? സമ്മേഷൻ ഓഫ് ഡി എ ഇൻറ്റു y². ഇപ്പം നമ്മൾ പറഞ്ഞ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഇപ്പം r ഡിസ്റ്റൻസ് മാറിയാണെങ്കിൽ r² dA അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓഫ് r² dA. ഇപ്പോൾ ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ പഠിച്ചു. ഇനി പറയാനുള്ളത്, നമ്മൾ ഈ മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിട്ട് കൺഫ്യൂസ് ആയി പോകരുത്. സാധാ നമ്മൾ പറയില്ലേ, ചുമ്മാ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നതായിരിക്കും മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അതേസമയം സെക്കൻഡ് മൊമെന്റ് ഓഫ് എലിമെന്റിലെ സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറയുന്നതായിരിക്കും ഏത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ സാധാ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും? സാധാ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. എന്നാൽ സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറയുന്നതാണ് ഏത്? ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇത് രണ്ടും മാറിപ്പോരുത്. പിന്നെ സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന്റെ പേരാണ് സെൻട്രോയിഡ് ആക്സിസ്. അതിന് ഈ സെൻട്രോയിഡ് ആക്സിസിന് എബോട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ വിളിക്കുന്നതാണ് IG എന്ന് പറയുന്നത്. G എന്ന് പറഞ്ഞ സെൻട്രോയിഡ് ആയിരിക്കും, അതുവഴി പാസ് ചെയ്യുന്നതായിരിക്കും IG. മൊമെന്റ് ഓഫ് ഇനേർഷ്യ, സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ. ഇപ്പം ഇത് മൂന്ന് മാറിപ്പോയത്. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇനേർഷ്യ വരുന്ന കൺസെപ്റ്റ് വരുന്ന ലോ അറിയാലോ. എവറി ബോഡി കണ്ടിന്യൂസ് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ഇറ്റ് ഇസ് കമ്പൽഡ് ബൈ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. അതായത് ആ പൊസിഷനിൽ തന്നെ തുറന്നു പോകാനുള്ള ടെൻഡൻസി. റെസ്റ്റ് ചെയ്തിരിക്കുന്ന ബോഡിയാണ്, റെസ്റ്റിൽ തന്നെ തുറന്നു പോകാനായിരിക്കും അതിൻ്റെ ടെൻഡൻസി. അതിൻ്റെ ടെൻഡൻസിയുടെ പേരാണ് ഇനേർഷ്യ. അപ്പം റെസിസ്റ്റൻസ് ഇൻ ലീനിയർ മോഷൻ, കപ്പാസിറ്റി ഓഫ് എ ബോഡി ടു റെസിസ്റ്റ് ഇൻ ലീനിയർ മോഷനാണ് ഇനേർഷ്യ. ഇനി ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് അറിയാലോ. കപ്പാസിറ്റി ഓഫ് എ സെക്ഷൻ ടു റെസിസ്റ്റ് ബെൻഡിങ് അബൌട്ട് റെഫറൻസ് ആക്സിസ്. നമ്മളിപ്പോൾ പഠിച്ചു. അതങ്ങനെയാണ് മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താ? ദ കപ്പാസിറ്റി ഓഫ് എ സോളിഡ് ബോഡി റെസിസ്റ്റ് റൊട്ടേഷൻ അബൌട്ട് റെഫറൻസ് ആക്സിസ്. ബെൻഡിങ് അബൌട്ട് ആണെങ്കിൽ ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും, റൊട്ടേഷൻ അബൌട്ട് ആണെങ്കിൽ എന്താണ്? അബൌട്ട് റെഫറൻസ് ആക്സിസ് എന്താണ്? മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. അപ്പോൾ ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ ആണ്. അത് കപ്പാസിറ്റി ഓഫ് എ സെക്ഷൻ ടു റെസിസ്റ്റ് ബെൻഡിങ് അബൌട്ട് റെഫറൻസ് ആക്സിസ് ആണ്. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.